ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ YT സ്റ്റുഡിയോ സിമ്പിളായി ഗൂഗിളിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൈറ്റിലും തമ്പനെയിലും ഒന്നും എല്ലാവർക്കും കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകളായിരിക്കും. കൂടുതലും ആളുകൾക്ക് തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തമ്പനെയിൽ എങ്ങനെ ശരിയായ രീതിയിൽ സെർച്ചിങ്ങിൽ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം, ടൈറ്റിൽ നമുക്ക് സെർച്ചിങ്ങിൽ വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ വരാനായിട്ട് എന്ത് കാര്യങ്ങളാണ് അതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും പലർക്കും അറിയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അതിന്റെ ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എപ്പോഴും ടൈറ്റിലും തമ്പനെയിലും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ടാഗുകൾ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഹാഷ് ടാഗുകൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതും കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ സെർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും ടാഗുകളും എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുക കൂടുതൽ പേരിലോട്ട് എത്തുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും കൂടുതലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. YT സ്റ്റുഡിയോയിൽ നിന്നാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എളുപ്പം. ഇവിടെ മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇവിടെ നിന്നും ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന് തമ്പനെയിലും ടൈറ്റിലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം ഇപ്പം നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, തമ്പനെയിൽ കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ താഴെ ഹാഷ് ടാഗുകൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടാഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്ക് 8 10 ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകളും നമുക്ക് ആഡ് ചെയ്യാം. എന്നിൽ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡിൽ പോകത്തുള്ളൂ. അതിലെ സജസ്റ്റഡ് ആയിട്ട് വരുന്ന സെർച്ചിങ്ങിൽ സജസ്റ്റഡ് ആയിട്ട് വരുന്ന വീഡിയോകളിൽ നമ്മുടെ വീഡിയോയും കൂടെ ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം എങ്ങനെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിൾ ക്രോം നമുക്കിപ്പം ഗൂഗിളിൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഏരിയയിൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ക്രോം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിരിക്കും ചിലപ്പം ഈ ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് വരുന്നത്. ഹിന്ദിയിൽ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ ചില ആളുകളുടെ താഴെ ഏതെങ്കിലും ഏരിയയിലായിരിക്കും. ഈ ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അത് ഡെസ്ക്ടോപ്പ് മോഡിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ വരുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ക്ലോസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വിച്ച് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോകളും നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള വീഡിയോ, കോപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വേറൊരു ചാനലിലായതുകൊണ്ട് സ്വിച്ച് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ എൻടെക് എന്ന് പറയുന്ന എൻ്റെ മെയിൻ ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. വീഡിയോ ചെയ്യാത്ത ഞാൻ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഇത് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്കിവിടെ വരും. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഷോർട്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോർട്സിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ AI ഓപ്ഷൻ നിങ്ങൾ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ. 1 2 3 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള AI ആണ്. ഈ AIയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എൻടെക് ഹൈ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ഹൗ ക്യാൻ ഹെൽപ്പ് യു ഓപ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്കിവിടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ മലയാളത്തിൽ ഞാനിപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തമ്പനെയിലും HD ക്വാളിറ്റിയിൽ എൻ്റെ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഫോട്ടോ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് തരുമോ? അതുപോലെ തന്നെ ഇതിനാവശ്യമായ ഒരു ടൈറ്റിലും എനിക്ക് സെറ്റ് ചെയ്ത് തരണം. എനിക്ക് സെറ്റ് ചെയ്ത് തരണം. നല്ല സെർച്ചിങ്ങിൽ വരുന്ന രീതിയിലുള്ള ടൈറ്റിൽ വേണം എനിക്ക് തരാൻ. ഇത്ര ഞാൻ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു.
ഇപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് സമയം നമ്മുടെ നെറ്റിൻ്റെയൊക്കെ സ്പീഡ് അനുസരിച്ച് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിലും തമ്പനയിലും കുറേ അധികം അവർ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ കൂട്ടി ഏറ്റവും സജസ്റ്റഡ് ആയിട്ടുള്ള നല്ല തമ്പനയിൽ തന്നെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് കോപ്പറേറ്റോ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ എടുക്കുന്ന കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തമ്പനയിലായിട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലിങ്കും കൂടെ കൂട്ടി പോസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ടൈറ്റിലും കൂടെ നമുക്ക് റെഡിയാക്കി തരും. ഇതിനായിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. മെയിനായിട്ട് നമുക്ക് ഒരാൾ കറക്റ്റായിട്ട് ഒരു ക്ലിക്ക് ഉണ്ടാകുന്നത് നമ്മൾ വീഡിയോ ഇങ്ങനെ മറ്റുള്ള വീഡിയോകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ട് ആകർഷിച്ചിട്ടാണ് കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കയറുന്നത്. അത് കൂടുതലും തമ്പനയിൽ, അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ, പെട്ടെന്ന് ആ ടൈറ്റിലിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ടൈറ്റിലുകളുണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ സജഷനിൽ വരാനായിട്ടും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിവിടെ ക്രിയേറ്റ് ആയി വരും. എപ്പോഴും വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ നിങ്ങൾ അൺലിസ്റ്റിൽ വെക്കാവുള്ളൂ. അൺലിസ്റ്റിൽ വെച്ചതിന് ശേഷം ഈ തമ്പനയിൽ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. ഇതാണോ ഏലച്ചെടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തമ്പനയിലാണ് എനിക്കിവിടെ വന്നേക്കുന്നത്. എനിക്കിത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ നിന്നും ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഇതിൻ്റെ താഴെ നമുക്ക് ടൈറ്റിൽ കുറേ അധികം കൊടുത്തിട്ടുണ്ട്. ഏലക്കയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാർഡമം ആണ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ കൊടുക്കാനുള്ള ടൈറ്റിലുകൾ നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് ടൈറ്റിൽസും ഇവിടെ തന്നിട്ടുണ്ട്. ഇതുണ്ടോ, നിങ്ങൾക്കിവിടെ നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ളത് ജസ്റ്റ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതും കോപ്പി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതും ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ പേസ്റ്റ് ചെയ്യാം. വൈറ്റ് സ്റ്റുഡിയോയിലോട്ട് പോവാം. അവിടെ നിന്ന് തന്നെ വേണേൽ ആഡ് ചെയ്യാം. അതിൽ നമുക്ക് സിമ്പിൾ ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇട്ട വീഡിയോ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തമ്പനയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കോഡുകൾ കൊടുത്തായിരുന്നു. അതിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് ഇതും കൂടെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ അനുയോജ്യമായ ഏലച്ചെടിയിൽ യാഥാർത്ഥ്യമായി എങ്ങനെ ഷെയർ വർദ്ധിപ്പിക്കാം എന്ന് ആൾക്ക് ചോദിച്ചിട്ട് കുറേ അധികം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ വേറെ ടൈറ്റിൽ കൊടുക്കുന്നില്ല. മെയിനായിട്ട് നമുക്കിവിടെ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് ആവശ്യമുണ്ട് ലൈക്ക് ഓൺ ചെയ്യാം, കമൻറ്റ് ആവശ്യമുണ്ട് കമൻറ്റ് ഓൺ ചെയ്യാം. അതിനുശേഷം ബാക്കിലോട്ട് പോയതിന് ശേഷം ഏറ്റവും താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആഡ് ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ കാർഡമം ന്യൂ അതൊരെണ്ണം കൊടുത്തു. ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെയും കൂടെ വീഡിയോ അതിനകത്ത് സെറ്റാവും. അതിനുശേഷം ഇവിടെ സേവ് കൊടുത്തതിന് ശേഷം ഇത് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഡ്സ് റെഡിയാകും. അതുകൊണ്ട് തന്നെ ആഡ്സ് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് സെറ്റാകും. ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ പബ്ലിക്കിലോട്ട് ആക്കിയതിന് ശേഷം എല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്ന് അറിഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക്കിലോട്ട് സേവ് ചെയ്യാം. നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നെ വിളിച്ചെടുക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.